ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ എപ്പിസോഡ് 41 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നടന്നു പോകുന്ന നെസുക്കോനെയാണ് കാണിക്കുന്നത്. അവളാവട്ടെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്, അവൾ തളർന്നിട്ടുണ്ട്, അവൾക്ക് വേർക്കുന്നുണ്ട്. അവളുടെ മനസ്സിലേക്ക് ഒരുപാട് ഓർമ്മകൾ വന്നു പോകുന്നുണ്ട്. അവളുടെ ഫാമിലിനെ കുറിച്ച്, അവളുടെ ഫാമിലിയെ കൊന്ന മൂസാൻ അങ്ങോട്ട് വന്ന ആ രാത്രിയെ കുറിച്ച്, അവളെ ഡീമനാക്കിയ ആ രാത്രിയെ കുറിച്ച്, അന്ന് തന്നെ വീട്ടിൽ വന്ന തന്റെ ഫാമിലിനെ കൊന്ന ആ മൂസാന്റെ മുഖം, അവന്റെ മുഖം നമ്മുടെ നെസുക്കോന്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. അവന്റെ ഫാമിലിയിലെ ഓരോരോ മെമ്പേഴ്സിനെ വളരെ ബ്രൂട്ടലായിട്ട് കൊന്ന ആ മുഖം ഓർക്കുമ്പോൾ തന്നെ നെസുക്കോയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അതോടൊപ്പം അവളുടെ മനസ്സിലേക്ക് കുറേ ഓർമ്മകൾ. ടാഞ്ചുറോയുടെ മുഖം, ടാഞ്ചുറോ അവൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, അവളുടെ മുഖം, നമ്മുടെ സക്കോജിയുടെ മുഖം, അവളുടെ കൂടെ നിന്ന നമ്മുടെ ഗിയോയിൻ്റെ മുഖം, പിന്നെ നമ്മുടെ ലേഡി ഡമായോയുടെയും നമ്മുടെ യൂഷിറോൻ്റെയും മുഖം, പിന്നെ നമ്മുടെ സെനിറ്റ്സുവിൻ്റെ മുഖം, നമ്മുടെ ഇനോസുക്കിയുടെ മുഖം, അങ്ങനെ അവൾ കാണുന്ന എല്ലാവരുടെ മുഖം അവൾ ഓർത്തെടുക്കുന്നുണ്ട്. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അവൾ എല്ലാവരുടെ മുഖം ഓർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേരുകളും അവർ ചെയ്ത കാര്യങ്ങളും ഒക്കെ അവൾക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇതുവരെ ഡീമൺ സ്ലേയേഴ്സിൽ കാണിച്ച എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ മുഖം അവൾക്ക് ഓർത്തെടുക്കുന്നുണ്ട്. അവളുടെ മനസ്സ് വളരെ ഡീപ്പായിട്ട് തന്നെ അവൾ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ മുഖം മനസ്സിലൂടെ ഓർത്തെടുക്കുന്നുണ്ട്. നെസുക്കോ വളരെ ഡീപ്പായിട്ട് തന്നെ അവളുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ ബ്രദർ, അവൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന അവളുടെ ബ്രദർ, അവൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നെസുക്കോൻ്റെ കൈയൊക്കെ മാറുന്നുണ്ട്. ഒരാൾ തനിക്ക് കൈ തരുന്നുണ്ട്. അത് വേറെ ആയിരുന്നില്ല, അവളുടെ ബ്രദറായിട്ടുള്ള ടാഞ്ചുറോ ആയിരുന്നു. ടാഞ്ചുറോൻ്റെ മുഖം കാണുമ്പോഴാണ് അവൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ടാഞ്ചുറോൻ്റെ നെസുക്കോ എന്ന വിളി, അവളുടെ കുട്ടിക്കാലത്തെ പല ഓർമ്മകളും അവൾക്ക് ഓർത്ത് അവൾ അങ്ങനെ എടുക്കുന്നുണ്ട്. അവളുടെ പേര് നെസുക്കോ എന്നാണെന്നോ, അവളുടെ ബ്രദർ ടാഞ്ചുറോ ആണെന്നോ, അവളുടെ ഫാമിലിനെ കൊന്നത് ഒരു വലിയ ഡീമൻ ആണെന്നുള്ള എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ ബ്രദർ എടുത്ത ഓരോരോ എഫേർട്ടും, അവളുടെ ബ്രദർ അവളെ പ്രൊട്ടക്ട് ചെയ്ത കഥയൊക്കെ അവൾ ഓർത്ത് അവൾ അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. അവൾക്ക് തല വിങ്ങി പൊട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അവൾ അങ്ങനെ പതിയെ ഒരു ഹ്യൂമനായിട്ട് മാറി വരുന്നുണ്ട്. അവളുടെ പേര് അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. പിന്നെ വീണ്ടും ആ ബാറ്റിൽ ഫീൽഡാണ് കാണിക്കുന്നത്. നമ്മുടെ മൂസാനാണെങ്കിൽ ഒട്ടും സമയം കളയാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. ടാഞ്ചുറോ ആണെങ്കിൽ മൂസാനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ള ദേഷ്യത്തോടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ മൂസാനാണെങ്കിൽ ആ പില്ലേഴ്സിൻ്റെ, അതായത് നമ്മുടെ ഹാഷിറാസിൻ്റെ ആരെയും സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. മൂസാൻ അങ്ങനെ മനസ്സിലാകുന്നുണ്ട് ഈ കാര്യത്തിനൊക്കെ പിറകിൽ അവനാണ് യൂഷിറോ തന്നെയാണ് ഇതിന് ഉത്തരവാദി. അവൻ ഓരോ ആഷിറാസിനെ ഓരോ സമയത്ത് രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയും സ്ട്രെങ്ത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാവരും ഓരോരോ കണക്ഷൻ പോലെയാണ്. ഇവരെല്ലാവരും ഒരു ഡ്രാഗനെ പോലെയാണ്. എല്ലാവരും അങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരേ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ കൊല്ലുക, എന്നെ എങ്ങനെയും നശിപ്പിക്കുക, എന്നെ ഈ ലോകത്തു നിന്ന് തുടച്ചു നിൽക്കുക. അതാണ് അവരുടെ ആഗ്രഹം. അപ്പം തന്നെ ആ ക്രോ വന്ന് പറയുന്നുണ്ട് ഇനി 35 മിനിറ്റേ ഉള്ളൂ. കേൾക്കുന്ന മൂസാൻ പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനോ. ഇത് മനസ്സിലാക്കി ടാഞ്ചുറോ അവൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട് മൂസാൻ എന്തോന്ന് ഒപ്പിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പം തന്നെ അവൻ്റെ കൈ ബലൂൺ പോലെ വീർക്കുന്നുണ്ട്. ഇത് കാണുന്ന ടാഞ്ചുറോ നമ്മുടെ ഒബനായോട് വിളിച്ചു പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവനെ കൊല്ലണോ, അവനിപ്പോൾ പൊട്ടിത്തെറിച്ച് രക്ഷപ്പെടാൻ പോകുകയാണെന്ന്. അതേപോലെ തന്നെ നമ്മുടെ ടാഞ്ചുറോയുടെ മനസ്സിലൊരു ഡൗട്ടും ഉണ്ട്. കാരണം മൂസാൻ സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ ഭാഗവും വെട്ടിമുറിച്ച് കളയാൻ പറ്റുമെന്ന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൂസാന്റെ വീർത്തു ഇരുന്ന ആ കൈയില്ലേ, അത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ചുരുങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ടാൽ നമ്മുടെ മൂസാനും നമ്മുടെ ടാഞ്ചുറോയും ഒരേപോലെ തന്നെ ഷോക്കായി പോകുന്നുണ്ട്. മൂസാന് മനസ്സിലാകുന്നില്ല തൻ്റെ കൈക്ക് എന്താ പറ്റുന്നതെന്ന്. അപ്പം തന്നെ മൂസാൻ പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അവൾ എൻ്റെ ശരീരത്തിൽ കുത്തിവെച്ചത് 3 ഡ്രഗ്സ് ആണ്. അതിലൊന്ന് എന്നെ ഹ്യൂമനാക്കി മാറ്റാതിരിക്കാൻ, 2 ഏജിങ്ങിന്, മൂന്നാമത്തത് ഞാൻ പൊട്ടിത്തെറിക്കാതിരിക്കുക. അപ്പം തന്നെ നമ്മുടെ ഡമായ പറയുന്നുണ്ട് അത് 3 എണ്ണമല്ല, അത് 4 എണ്ണമുണ്ട്. 4ാമത്തത് നീ വീക്കായിരിക്കുമ്പോൾ നിന്റെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതാണ്. അതാണ് അത് 4 എണ്ണവും നിനക്ക് വളരെ ക്ലോസ് ആയി നിൽക്കും. അഫക്റ്റായിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മുടെ മൂസാനാണെന്ന് ചോര ഛർദ്ദിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ടാഞ്ചുറോയും കാണുന്നുണ്ട്. മൂസാൻ, ഇത് ഞാൻ നിനക്ക് അറിഞ്ഞു തന്നതാണ്, ഇത് നിന്റെ അധപതനത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂസാന്റെ പുറകിൽ നമ്മുടെ ടമായ നിൽക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്.